ഗൂഗിള് മുട്ടം എടുത്തു. സിഗ്നലെല്ലാം കാണിച്ചു കേട്ടോ വണ്ടി. പിന്നീട് തന്നെ നേരെ എങ്ങനെ നോക്കണ്ട, നേരെ നോക്കി വണ്ടി ഓടിക്കണം കേട്ടോ. എല്ലാ ഗിയറും അതാത് ഗിയറിലിട്ട് നോക്കണം, ഗിയറിൻ്റെ സ്പീഡ് കേട്ടോ. കിടക്കുന്ന വണ്ടി ഡോറ് തുറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും മാറിപ്പോണം. 3 അടിയെങ്കിലും സുരക്ഷിതമായാലും 3 അടിയെങ്കിലും കേട്ടോ. ഇങ്ങോട്ട് വെക്കും, മുന്നോട്ട് വെക്കും. പാലറോട്ട് ആ പോട്ടെ. ഫസ്റ്റ് ഇട വണ്ടിയൊക്കെ പോട്ടെ കേട്ടോ. ഡ്രൈവർ കയറി നമ്മൾ എങ്ങോട്ട് പോകാനുള്ളത് ചിന്തിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഇങ്ങോട്ട് പിടിക്കണം, വലത്തോട്ട് പിടി പോട്ടെ. അടുത്ത വശം ചേർന്നു കേട്ടോ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ കറങ്ങി ആരാണോ ആദ്യം പിന്നെ ട്രാഫിക്കിൽ യൂട്ടേണിൽ കയറുന്നത്, അവിടെ സിഗ്നലിൽ കയറുന്നത് അവനാ പ്രാധാന്യം കേട്ടോ. വണ്ടി ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വെച്ചോണം. എന്ന് പറയാൻ പറ്റില്ല. ഓൺ അടിച്ചോണം കണ്ടോ. ചേച്ചി നടന്നു വരുന്നുണ്ടോ? അത് നമ്മളിവിടെ വളയ്ക്കുന്നത് നേഴ്സാ. എവിടെയാണ് നീ നേരെ നോക്കുക കേട്ടോ. ഈ കയറ്റത്തിൽ നിർത്തിക്കേണ്ടി വന്നിട്ട് കയറ്റത്തിൽ ഒതുക്കി നിർത്തിട്ടോ. ബ്രേക്ക് നോക്കണ്ട. അവന് അയാൾ വേണ്ട. ഇടത്തോട്ട് തിരിച്ച് ഇവിടെ നിർത്തിക്ക് ഒതുക്കിക്കൊണ്ട് എന്നാ മതി. പയ്യെ പോട്ടോ. ആക്സിഡന്റ് 4 ദിവസമായിക്ക്. ഒതുക്കി നിർത്തുന്നുണ്ട് ബ്രേക്ക് കാല് വെച്ച്. നീ എങ്ങോട്ടോ നോക്കണേ? ബ്രേക്ക് കട്ടിക്കാൻ നീ എന്തിനാ വലത്തോട്ട് നോക്കണേ? എന്തിനാ നീ ഇടത്തോട്ട് ഒതുക്കാനുള്ള വലത്തോട്ട് നോക്കിണ്ടെങ്കിൽ ഇടതുവശം ചേർന്ന് വണ്ടി നോക്കണ്ടേ കേട്ടോ. ബ്രേക്ക് കട്ടി നിർത്താൻ എവിടെ നിർത്താൻ നീ കേട്ടോ. ഇടത്തോട്ട് നിർത്താനുള്ള അങ്ങോട്ട് ആ വശത്ത് നോക്കുമല്ലേ. നമ്മൾ ഇവിടെ വണ്ടി വഴിയുണ്ടോയെന്ന് നോക്കണം കേട്ടോ. ഇല്ല, നീ ഓടിച്ചോണ്ട് ബംഗളൂരിനോട്ട് 50 മീറ്റർ അകലെ എന്തൊക്കെ സംഭവം നടക്കുന്നുണ്ടോ അതനുസരിച്ച് വേണം വണ്ടി ഓടിക്കാൻ കേട്ടോ. അല്ല ചുമ്മാ ആക്സിഡൻറ്റ് കൊടുത്തിട്ട് അങ്ങ് പോയേക്കല്ലേ കേട്ടോ. നേരെ നോക്ക് നീ. നമുക്ക് ആക്സിഡൻറ്റ് കൊടുക്കുമല്ലേ വേണ്ട. ബ്രേക്ക് കാലുവാ. ബ്രേക്ക് ഇൻഡിക്കേറ്റർ നിർത്തി. അവിടെ ജംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് പയ്യെ പോയാൽ മതി. ഇവിടെ ആക്സിഡൻറ്റ് എന്നുള്ള പരിപാടി ഒന്നും വേണ്ട ഇവിടെ കേട്ടോ. പയ്യെ സൂക്ഷിച്ച് നോക്കണം. ആ ആയിക്കോട്ടെ. സ്വയം മതി. അതായത് 20-നും 10 ഇടയ്ക്ക് അതിൻ്റെ സ്പീഡ് സെക്കൻഡ് ആയിട്ട് അങ്ങനെ. ആ പിന്നെ എന്തിനാ അങ്ങനെ നിനക്ക് തോന്നിയല്ലേ സ്ലോ ആയി പോയെന്ന്. നീ നേരെ നോക്കണം കേട്ടോ. ഇനി ഇവിടെയാണ് നിർത്തിക്കൊടുത്ത് വണ്ടി. ആ മുന്നേ ഇവിടെ ഏത് അവിടെ നിർത്തിക്കൊടുക്കുന്ന സാഹചര്യമൊക്കെ വരില്ല. അപ്പോൾ ഏത് ഗിയർ ഉണ്ടോ അവിടെ? ആ ഇട്ട് ആയിരുന്നു ഇട. കച്ചാണ് പോയി. കയറ്റം കയറി വരുന്ന വണ്ടിക്കാണ് പ്രാധാന്യം. പക്ഷെ അവരും കയറി പോകുന്നുണ്ട്. ആക്സിഡൻറ്റ് എടുത്തത്
ഇവിടെ നോക്കാം ടെൻഷൻ കയറില്ല, മനസ്സ് ഫ്രീ ആക്കി വിടും കേട്ടോ. പയ്യപ്പ നീ ഒന്നും ടെൻഷൻ ഒന്നും അടിക്കണ്ട, ആരും ഒന്നും ചെല്ലു, നീ ഇവിടെ നേരെ നോക്കി അങ്ങ് ഓടിച്ചാൽ മതി. നീ എന്തിനാ എപ്പോഴും എല്ലാ കണ്ണാടിയും നോക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മുന്നോട്ട് തന്നെ നോക്കും വണ്ടി ഓടിക്കണം കേട്ടോ. ഒരു കണ്ണാടി നോക്കണം, നേരെ തന്നെ അങ്ങ് ഓടിച്ചോ. ഈ നമ്മൾ ഓടിക്കുന്ന വഴിക്ക് വേറൊരു തടസ്സം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വലതുവശത്തോട്ട് കയറി ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിലാണ് നമ്മൾ വലത്തെ കണ്ണാട്ടോട്ട് നോക്കണ്ടേ. ഇല്ല ഇപ്പം നമ്മൾ ഫ്രണ്ടോട്ട് ഓടിച്ചോണ്ടിരിക്കുമല്ലേ, ഇവിടെ ഒന്നും കുഴപ്പമില്ല. പിന്നെ എന്തിനാ നീ എന്നാ ഇപ്പം വലത്തോട്ട് നോക്കണേ, എന്തിനാ കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് തടസ്സമില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ നോക്കല്ല. ഈ ഇടതുവശത്ത് സ്ഥലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തേക്കൂടെ ആൾക്കാർ കയറി പോകും കേട്ടോ. ഇവിടേക്ക് കാലേ ഇവിടെ എല്ലാം ബ്രേക്ക് ചെയ്ത കാലം, ഇവിടെ ഇറക്കുക കേട്ടോ. നമ്മളിവിടെ തീരുമാനിച്ചോണം കേട്ടോ ഞങ്ങളുടെ വേണം. അപ്പോൾ ഇവിടെ ഏത് ഗിയറ വേണം തീരുമാനിക്കും. ഇവിടെ നിന്ന് നീ നിർത്തിക്കുക അവിടെ വണ്ടി, ബ്രേക്ക് അടിക്കുക, കൊടുക്കുക ഫസ്റ്റ് ഇടുക. വാള പൊട്ടക്കണം നമ്മൾ കയറി ചെല്ലില്ലേ അമ്മ പയ്യൻ വിളിച്ചു. അവിടുത്തെ ആക്സിഡൻറ്റും അല്ല ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ എച്ച് എടുക്കുന്നതിന് ഗച്ച് തൊട്ടി എടുക്കണം, ഗച്ചാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ കേട്ടോ. നേരെ നോക്ക്, നേരെ കേട്ടോ. ആക്സിഡൻറ്റ് കൊടുക്കില്ല, നോക്ക് അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടോ. ഈ ആക്സിഡൻറ്റ് എടുത്താൽ അപ്പം സെക്കൻഡാ. ഫസ്റ്റ് ഇട്ടിട്ട് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പം സെക്കൻഡ് കൊടുക്കാൻ പറ്റുന്നുള്ള സമയം ഉണ്ടെങ്കിൽ മാത്രമേ ആക്സിഡൻറ്റ് കൊടുക്കാവുള്ളൂ കേട്ടോ. ഫസ്റ്റല്ലേ കണക്കുന്നത് ആണോ? ഫസ്റ്റ് ഇട്ടിട്ട് വണ്ടി ഗിയറിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ വീണ്ടും ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഉണ്ട്, അല്ലാതെ നീ വീണ്ടും തേർഡിലോട്ട് വീടും അല്ലേ ഉണ്ട് കേട്ടോ. പയ്യെ മതി, എങ്ങും നോക്കണ്ട, നേരെ നോക്കണം കേട്ടോ. ആക്സിഡൻ്റ് കാല് ലൂസാക്കി, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ആക്സിഡൻ്റ് കാല് ലൂസാക്കണം കേട്ടോ. രണ്ടു മൂന്ന് പ്രാവശ്യം കൂടെ വന്ന് നല്ല ഓടിക്കണം കേട്ടോ. നമ്മൾ അകന്ന് നോക്കാം. 50 മീറ്ററിനുള്ളിൽ ഒരു വണ്ടി ഫ്രണ്ടിലുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കുകളുടെ കാലുവാ. കൊടുക്കുക, സെക്കൻഡ് കൊടുക്കണ്ടേ. ഇവിടെ സെക്കൻഡ് കൊടുക്കടാ വണ്ടി, സെക്കൻഡ് ഗിയർ. നിനക്ക് ആ ഗിയർ മാറാൻ തന്നെ മടി. ആക്സിഡൻറ്റ് കൊടുക്കൊന്നും വേണ്ട, സെക്കൻഡിൻ്റെ സ്പീഡ് 10-ന് 20 അടയ്ക്കുക, ആ സ്പീഡ് മതി കേട്ടോ. ഒരു വണ്ടിയുടെ പോകുന്നത് നീ വെപ്രാളപ്പെടണ്ട, മനസ്സ് പേടിക്കണ്ട കേട്ടോ. നേരെ നോക്കടാ, നീ ആവശ്യമില്ലാത്ത നോക്കാം. അവിടുത്തെ ഫോൺ നോക്കി നിൽക്കുവാണ്. നീ ഓവർടേക്ക് ചെയ്താൽ ചെയ്തോട്ടെ. ഓവർടേക്ക് ചെയ്യാൻ നീ ഏത് കണ്ണാടിക്കൂടെ നോക്കണ്ടേ? ഏത് കണ്ണാടിക്കൂടെ അവിടുത്തെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വലത്തോട്ട് തിരിയുകയാണെങ്കിലാണ് വലത്തെ വശത്ത് ഓവർടേക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഫോൺ അടിക്കാണ്ട് ഈ ബാക്ക് ഫ്രണ്ടിലൊക്കെ കണ്ണാടിയില്ലേ, അതിൽ നോക്കിയാൽ വണ്ടിയുടെ മുഴുപ്പ് അനുസരിച്ച് ആ വണ്ടിക്ക് എന്തുകൊണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നീ അവനെ കടത്തി വിടാൻ ഉള്ള സ്ഥലം നോക്കണ്ടേ കേട്ടോ. അപ്പോൾ നീ ആ നോക്കുന്നുണ്ട് വണ്ടി കടത്തി വിടാമെന്ന് നോക്കണേ, ബ്രേക്കുകളുടെ കാര്യം വരുന്നില്ലല്ലോ, ആക്സിഡൻറ്റ് വെച്ചാണല്ലേ നീ നോക്കുന്നത്. നമ്മുടെ നോട്ടം ഫ്രണ്ടിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ബ്രേക്കേ കാല് വരണം, മനസ്സിലായോ? ഇവിടെ നിർത്തിക്കും, ഇവിടെ ഒതുക്കി നിർത്തും, ലെഫ്റ്റിൽ ഒതുക്കി നിർത്തിടും വണ്ടി ഒതുക്കി നിർത്താൻ പറഞ്ഞാൽ മനസ്സിലായോ നിനക്ക്?